വാർത്തകൾ തുടരും. നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാതല സ്കിറ്റ് മത്സരം അഡ്വക്കേറ്റ് VD പ്രേംപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പ്രബുദ്ധ രാഷ്ട്രീയ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദിക്കാവുന്ന കാര്യമല്ല, മറിച്ച് ലജ്ജകൊണ്ട് മുഖം കുനിക്കേണ്ട ഒരു സംഗതി കൂടിയാണ് എന്നാണ് എനിക്ക് അതിനെ സൂചിപ്പിക്കാനുള്ളത്. കാരണം പൊതുവെ നാടകത്തോടുള്ള ഒരു സമീപനം തന്നെ വളരെ മോശപ്പെട്ട രീതിയിലാണ് കേരളത്തിലുള്ളത്. കുട്ടിഘോഷിക്കപ്പെടുന്ന ഈ പ്രബുദ്ധ രാഷ്ട്രീയ കേരളത്തിൽ നാടകവേദി വളരെ ദുർബലമാണ് എന്ന കാര്യം പിഞ്ചു കുഞ്ഞുങ്ങളായ നിങ്ങളെങ്കിലും അറിഞ്ഞിരിക്കണം. മറ്റു സംസ്ഥാനങ്ങളിൽ നിരവധി തവണ പോകാൻ അവസരം കിട്ടുകയും നിരവധി നാടക സംഘങ്ങളുമായി ബന്ധപ്പെടാൻ അവസരം കിട്ടുകയും ചെയ്ത ഒരാളെന്ന രീതിയിൽ ഒരു സംശയവുമില്ലാതെ എനിക്ക് പറയാനാവും കേരളത്തിലെ നാടകവേദി മറ്റു സംസ്ഥാനങ്ങളിലെ നാടകവേദിയേക്കാൾ വളരെ 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 ദുർബലമാണ്. അതിന്റെ കാര്യം ഒരു തിയേറ്റർ അവയർനെസ്, ഒരു നാടക അവബോധം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇല്ല. അതിന് പ്രധാനപ്പെട്ട കാരണം 19 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രസിദ്ധനായിട്ടുള്ള ഒരു നാടകാചാര്യൻ ഉണ്ടായിരുന്നു, CJ തോമസ്. അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്, അതായത് നമ്മുടെ നാടകവേദി വളർന്നു വികസിച്ചത് നമ്മുടെ സമ്പന്നമായ നാടോടി പാരമ്പര്യത്തിൽ നിന്നല്ല, എല്ലാ അന്യനാട്ടിൽ നിന്ന് പറിച്ചു നടപ്പെട്ട ഒരു നാടകവേദിയാണ് നമ്മുടേത്. എന്തൊരു ഇംഗ്ലീഷ് വിവർത്തനം അല്ലെങ്കിൽ സംസ്കൃത വിവർത്തനം ഇതൊക്കെ ആയിട്ട് വന്നിട്ടുള്ള നാടകങ്ങളാണ്. ഒരിക്കലും നമ്മുടെ മണ്ണിൽ നിന്നുണ്ടായ ഒരു നാടകവേദി അല്ല. PTA പ്രസിഡന്റ് KG സുരേന്ദ്രൻ അധ്യക്ഷനായി. V ശ്രീദേവി, ശ്രീകല, CS മണികണ്ഠൻ, പ്രധാനാധ്യാപിക KK ഷീല, KS സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു. കുടിവെള്ളം ചോദിച്ചെത്തിയ യുവാവും കൂട്ടാളിയായ മധ്യവയസ്കനും ചേർന്ന് വീട്ടമ്മയായ വൃദ്ധയുടെ മാല കവർന്നു. തൃപ്പ്യാർ തെക്കേ ആത്മാവിന് സമീപം ഉച്ചതിരിഞ്ഞ് 3:30 ആളൂർ ഗോപാലന്റെ ഭാര്യ 82 വയസ്സുള്ള കൊച്ചമ്മുവിന്റെ മാലയാണ് പ്രതികൾ മോഷ്ടിച്ചത്. ഇവരുടെ ഭർത്താവ് വീടിന്റെ പുറകുവശത്ത് മറ്റൊരു കാര്യത്തിന് നിൽക്കുന്നതിനിടെ വെള്ളവുമായി എത്തിയ വൃദ്ധയുടെ 5 പവൻ തൂക്കമുള്ള മാലയാണ് പൊട്ടിച്ചത്. പിടിവലിയിൽ മാലയുടെ ഒരു കഷ്ണം വൃദ്ധയുടെ കയ്യിലും മറ്റൊരു കഷ്ണവുമായി മോഷ്ടാവും സഹായിയും കടന്നു കളയുകയായിരുന്നു. ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരും പോലീസും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ വലപ്പാട് നിന്ന് മോഷ്ടാവായ പെരിഞ്ഞനം സ്വദേശി വിനയനെ പിടികൂടി. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ തൃപ്പ്യാർ ക്ഷേത്ര പരിസരത്ത് നിന്ന് കൂട്ടാളിയെയും പിടികൂടി. വൃദ്ധയിൽ നിന്ന് മോഷ്ടിച്ച മാലയുടെ ഭാഗങ്ങൾ ഇവരിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തു. വലപ്പാട് പോലീസ് കേസെടുത്തു. ഇവരെ പിന്നീട് കോടതിയിൽ ഹാജരാക്കും. ഇനി ചരമവാർത്തകൾ. പെരിങ്ങോട്ടുകര ദേവ തിയേറ്ററിന് പുറകുവശം പറയങ്ങാട്ടിൽ കോരുക്കുട്ടി ഭാര്യ പത്മാവതി നിര്യാതിയായി. 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മക്കൾ വാസന്തി, ജ്യോതിബാസ്, ഹരിദാസ്, സീത, തുളസിബായ്, ഉണ്ണിരാജൻ. മരുമക്കൾ രാമചന്ദ്രൻ, സുനിത, ഹേന, സുകുമാരൻ, പരേതനായ സുശീലൻ, ബിജു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംഘടനാബലം വിളിച്ചു